ഇന്നേ നമുക്ക് ഈ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് കുർത്തിയുടെ അല്ലെങ്കിൽ ചുരിദാറിന്റെ നെക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യണേന്ന് നോക്കിയാലോ? നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ 2 ഫോൾഡ് ആയിട്ട് എടുക്കുക. ഇതിലേക്ക് നമ്മൾ നെക്കിന്റെ മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ നെക്ക് വിഡ്ത്ത് ആണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. നെക്ക് ലെങ്ത് എനിക്ക് വേണ്ടത് 6 ഇഞ്ചാണ്. ശേഷം നമ്മൾ ആ നെക്ക് വിഡ്ത്തും ലെങ്ത്തും കൂടി ഒരു സ്ക്വയർ ആയിട്ട് വരച്ചെടുക്കുക. റൗണ്ട് നെക്ക് ആണെങ്കിലും സ്ക്വയർ നെക്ക് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഈ സ്ക്വയറിനുള്ളിൽ വരച്ചെടുക്കാം. അപ്പൊ ഞാൻ ദേ റൗണ്ട് നെക്കാണ് വരച്ചെടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം 1 ഇഞ്ച് വീതിയിൽ നമ്മൾ വേറൊരു ലൈൻ കൊടുക്കുക. ആ ലൈൻ കൊടുക്കുന്ന അതിലൂടെ ആയിരിക്കും നമ്മൾ ഈ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഫുൾ ആയിട്ട് നമ്മൾ 1 ഇഞ്ച് വീതിയിൽ വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും കട്ട് ചെയ്തെടുക്കുക. ഇപ്പുറത്തെ സൈഡ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സ്ട്രേറ്റ് ലൈനിന്റെ അവിടം വരെ കട്ട് ചെയ്യാവുള്ളൂ. പിന്നെ നമ്മൾ ആ സ്ട്രേറ്റ് ലൈനെ കൂടെ കട്ട് ചെയ്ത് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പൊ മോളിൽ എന്തിനാണ് അത്രയും ഭാഗമൊന്നും നിങ്ങൾക്ക് സംശയം വരാം. നമ്മൾ ഈ ക്യാൻവാസ് തുണിയിലേക്ക് വെക്കുമ്പോൾ സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. വളഞ്ഞും തിരിഞ്ഞും സൈഡിലേക്ക് ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത്രയും ഭാഗം അവിടെ ഇടുന്നത് കേട്ടോ. ഈ ക്യാൻവാസ് പേപ്പർ തുണിയിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. 2 വശങ്ങളുണ്ട്. അതിന്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗമാണ് നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഒട്ടുന്നത്. അപ്പൊ ആ ഭാഗം തുണിയിലേക്ക് വെച്ചിട്ട് വേണം നിങ്ങൾ അയൺ ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെ വെച്ച് അയൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് അതിന്റെ സൈഡിൽ കൂടെ കട്ട് ചെയ്യാം കേട്ടോ. ആ 1/2 ഇഞ്ച് ഇടുന്നതെന്ന് വെച്ചാലേ നമ്മൾ അവിടെ ഒന്ന് ക്യാൻവാസിലേക്ക് നമ്മൾ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ അതിന്റെ സൈഡ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ നെക്ക് ഫുള്ള് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ നെക്ക് ക്യാൻവാസിൽ ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നല്ല ക്ലോത്തിലേക്ക് വെച്ച് ഫിനിഷ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിന്റെ സെന്ററിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. അതായത് അതിന്റെ സെന്റർ പോർഷൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ ചുരിദാറിലേക്ക് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ ആ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം നമ്മൾ ചുരിദാറിന്റെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് അവിടെയും ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. സെന്റർ പോർഷനിൽ നമ്മുടെ ചുരിദാറിന്റെ നല്ല വശത്തേക്ക് വേണം ഈ ക്യാൻവാസ് വെച്ച് കൊടുക്കാൻ. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ശേഷം നമ്മൾ നെക്കിന്റെ സെന്റർ പോർഷനിൽ കൂടെ താഴത്തേക്ക് ഒന്ന് തിരിച്ചിടുക. ആ ക്യാൻവാസിൽ കയറരുത്, അവിടെ കൊണ്ട് നിർത്തുക. ശേഷം നമ്മൾ നെക്കിന്റെ സൈഡിൽ കൂടി ക്യാൻവാസിൽ കയറാതെ ആ പറ്റേ കൂടെ ക്യാൻവാസിന്റെ സൈഡിൽ കൂടെ നമ്മൾ റൗണ്ട് ആയിട്ട് നമ്മുടെ നെക്ക് ഷേപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ആ 1/4 ഇഞ്ച് വിട്ട് അവിടേക്ക് നമ്മൾ കുറച്ച് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഈ ക്യാൻവാസ് തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു ചുളിവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ആ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ശേഷം ക്യാൻവാസ് മറിച്ചെടുത്ത് അതിന്റെ മേൽ കൂടി പതിച്ചടിക്കുക. പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ ആ ക്യാൻവാസ് അകത്തേക്ക് മറിച്ചെടുക്കുക. പിന്നീട് ഫിനിഷിങ്ങിന് വേണ്ടി ഹെം ചെയ്തെടുക്കുകയോ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ ഹെമ്മിങ് അല്ല ചെയ്തത്, ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്താണ് ഫിനിഷ് ചെയ്തത്. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അകംവശത്തുകൂടി തന്നെ ഈ ഒരു സ്റ്റിച്ച് ഇടുക കേട്ടോ. കാരണം ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇത് ഇടുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആ ക്യാൻവാസിൽ കൂടി തന്നെ കയറണം എന്നില്ല. പിന്നെ നമ്മൾ കൈകൊണ്ട് തടഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്യാൻവാസ് എവിടെ കൂടിയാ പോയിരിക്കണേന്ന്. അപ്പൊ നിങ്ങൾ എന്തായാലും അകത്തുകൂടി തന്നെ സ്റ്റിച്ച് ഇടുക. അപ്പൊ അത് ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ചിന് പകരം ഹെമ്മിങ് ആണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ലൈനിങ് ഇട്ട് തയ്ക്കുന്ന ചുരിദാർ ആണെങ്കിൽ ആ ഒരു സ്റ്റിച്ച് വെളിയിൽ കാണാത്ത രീതിയിൽ ഇൻവിസിബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അത് വേറൊരു വീഡിയോയിൽ ചെയ്യാവേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.